Hi guys, welcome back. This is me Anjali Nandana and you guys are watching Anjus Entertainment. അപ്പോൾ വീക്കെൻഡൊക്കെ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. പ്രോഡക്ട്സ് ദാറ്റ് ചേഞ്ച്ഡ് മൈ ലൈഫ്. അപ്പോൾ ഈ സെൽഫ് കെയർ എന്ന് പറയണത് ഇപ്പോൾ ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ പ്രായമായവരായിക്കോട്ടെ അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ പ്രായഭേദമന്യേ ജെൻഡർ വ്യത്യാസമില്ലാതെ നമ്മൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് കെയർ. ഇപ്പോൾ സെൽഫ് കെയർ സെൽഫ് ലവ് എന്നാണ്. നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഒട്ടും ഡിലേ ഇല്ലാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ ഷാംപൂ. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു മൈൽഡായിട്ടുള്ള ഷാംപൂ എപ്പോഴും യൂസ് ചെയ്യണം നല്ലത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഹെൽത്തിനും എപ്പോഴും ഹാർഷായിട്ടുള്ളത് യൂസ് ചെയ്യാതെ മൈൽഡായിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. അങ്ങനത്തെ ഒരു ഷാംപൂ ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഹെർബൽ ഷാംപൂ ആണ്. രാജ ആയുർവേദയുടെ റൂട്ട്സ് ഷാംപൂ. ഇത് ആയുർവേദ കടയിലൊക്കെ കിട്ടും കേട്ടോ. 100 രൂപയാണ് വില. പക്ഷേ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പ്രൊഡക്റ്റാണ്. പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കി കുറേ ഷാംപൂസ് ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയ്ക്കൊരു ചൂട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഒരു ചെറിയൊരു ചൂട് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മുടിയും അത്യാവശ്യം ഷാംപൂ ചെയ്യണ ദിവസം കൊഴിഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഈ റൂട്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് സ്കാൽപ്പിലൊരു തണവ് തോന്നാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ മുടി കൊഴിയുന്നത് കമ്പാരിറ്റീവ്ലി കുറയാൻ തുടങ്ങി. അപ്പോൾ ഈ ഹെർബൽ ഷാംപൂ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് നല്ല ഇഷ്ടമായ ഒരു പ്രൊഡക്റ്റാണ്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഫേസ് കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം ടോണർ നമ്മൾ യൂസ് ചെയ്യും. ഫേസിലത്തെ ഡേർട്ട് ഒക്കെ റിമൂവ് ചെയ്ത് ഓയിലൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ടോണറായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഇപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഡാബറിൻ്റെ ഗുലാബാരി എന്ന് പറഞ്ഞിട്ടുള്ള റോസ് വാട്ടർ. ഇത് നല്ലതാണ്. ആക്ച്വലി നമ്മൾ റോസ് വാട്ടർ ടോണറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈസിലി അത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും റോസ് വാട്ടർ നല്ലതായിരിക്കും. ഒരു ചെറിയൊരു ബേണിങ് സെൻസേഷൻ പോലെ തോന്നും, ബട്ട് സ്റ്റിൽ വല്ലാതെ ഇറിറ്റേഷൻ അങ്ങനെ ഉണ്ടാവാറില്ല. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇഫ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് റോസ് വാട്ടർ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് മോയ്സ്ചറൈസേഷൻ. അപ്പോൾ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യാറ് അലോവേര ജെല്ലാണ്. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് ബഞ്ചാറാസിൻ്റെ അലോവേര ജെല്ലാണ്. ഇത് ഗ്രീനറി നിയോൻ്റെ അലോവേര ജെല്ലാണ്. ആക്ച്വലി കളേർഡ് അല്ലാത്ത അലോവേര ജെല്ല് യൂസ് ചെയ്യണം ബെറ്റർ. പക്ഷേ ഇതും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൽ വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് യൂസ് ചെയ്യുമ്പോൾ സ്കിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഹെയറിനാണെങ്കിൽ ഇതാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ടാണ്. വാസലിൻ ഇപ്പോൾ നമ്മുടെ ലിപ്സിനൊക്കെ കുറച്ച് ബെറ്ററാക്കി മോയ്സ്ചറൈസ്ഡ് ആക്കി വയ്ക്കണമെങ്കിൽ നമുക്ക് വാസലിൻ യൂസ് ചെയ്യാം. ഇതിൻ്റെ 5 രൂപയുടെ പാക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ ഒരു പിങ്ക് കളറിൽ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി അത് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ലിപ്സൊക്കെ പുറത്ത് പോകുമ്പോൾ കാറ്റടിച്ചിട്ട് ലിപ്സൊക്കെ വേഗം ഡ്രൈ ആയിപ്പോവും. സോ അതിനിത് നല്ലതാണ്. ചിലർ ഇങ്ങനെ ലിപ്സ് കറുത്ത് പോണു അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാസലിൻ യൂസ് ചെയ്തോളൂ. എനിക്ക് ബേസിക്കലി അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. വാസലിൻ നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ അടുത്തൊരു പ്രൊഡക്റ്റാണ്, ഒരു ഫേസ് വാഷാണ്. ഇത് പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി ഫേസ് വാഷാണ്. ഇതിൻ്റെ 30 രൂപയുടെ പാക്കാണിത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫേസ് വാഷ് റേഞ്ചിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഹിമാലയയുടെ ഫേസ് വാഷ്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ കാർഡ്സിൽ കൊടുക്കാം, തീർച്ചയായിട്ടും കണ്ടു നോക്കാം. അതും അടിപൊളി റേഞ്ചാണ് കേട്ടോ. അതിനപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ഒരു ഗുണം, ഇത് കമ്പാരിറ്റീവ്ലി 15 ഗ്രാമിൻ്റെയാണ്. പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഒരു ക്രീമി നേച്ചറുള്ള ഇതാണ്. സോ ഓയിലി സ്കിന്നുകാർക്ക് ഇത് അടിപൊളിയാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഡേർട്ടൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്ന ടൈപ്പാണ്. ഇനി അടുത്തൊരു സംഭവമാണ് പൗഡർ. ആക്ച്വലി എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ പൗഡർ അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആളാണ്. അതിൽ തന്നെ എനിക്ക് യൂസ് ചെയ്തതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പൗഡർ ഇതാണ്, പോൺസിൻ്റെ സാൻഡൽ പൗഡർ. ഇത് വിത്ത് സൺസ്ക്രീൻ വരുന്നുണ്ട് ഇതിൽ. സോ സ്കിന്നിന് പെട്ടെന്നൊരു ഗ്ലോ ആയിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം സ്കിന്നി ഓയിലിനെസ്സൊക്കെ ഓയിലി വന്നാൽ തന്നെ ഒരു ഗ്രീസി എഫക്റ്റ് അല്ലേ. അപ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് തോന്നില്ല. അപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട്
സ്കിന്നൊക്കെ നന്നായിട്ട് ഇരിക്കാനായിട്ട് ഈ പൗഡർ ഹെൽപ്പ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻസ്. എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് മീ അഞ്ജലി നന്ദന സൈനിങ് ഔട്ട്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. സീ യു സൂൺ.